എറണാകുളം വടക്കൻ പറവൂർ തൂയിത്തറ പാലത്തിന് സമീപത്ത് കുറുവാ സംഘം ഇറങ്ങിയതായി സംശയം. സംഘം വീടിന് മുറ്റത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇവർ വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തിയതായും പ്രദേശവാസികൾ പറയുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിന ആന്റണി ചേരുന്നുണ്ട്. സഹിന, എന്താണ് വിവരങ്ങൾ? ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം വടക്കൻ പറവൂർ പൂയിത്തറ പാലത്തിന് സമീപമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നും കുറുവാ സംഘത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്നലെയും അതിന് മുന്നത്തെ ദിവസവും പുലർച്ചെയാണ് ഇത്തരത്തിൽ കുറുവാ സംഘമെന്ന് സംശയിക്കുന്ന ഏതാനും ചില ആളുകൾ പൂയിത്തറ പാലത്തിന് സമീപത്തെ വീടുകളിലെത്തിയത്. അവിടുത്തെ വീടുകളിലെല്ലാം പിൻവാതിൽ തുറന്ന് അകത്ത് ാണ് ഈ ആളുകൾ ശ്രമം നടത്തിയത്. എന്തായാലും ഒന്നും മോഷണം പോയിട്ടില്ല. പക്ഷേ ഈ ആളുകൾ കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നതായും മനസ്സിലാക്കാൻ കഴിയുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യമെല്ലാം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ഭയപ്പാടിലാണ് അവിടെ. കാരണം കുറുവാ സംഘം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ആളുകളെ ആക്രമിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കുക, മോഷണം നടത്തുക, ഇത് ഇവരുടെ പതിവ് രീതിയാണ്. ഈ സംഘം ആലപ്പുഴയിലെത്തിയിരുന്നതായി പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല അത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് എറണാകുളം ജില്ലയിലെ തെക്കേ അതിർത്തിയായ അങ്ങ് അറ്റത്തെ അതിർത്തിയായിട്ടുള്ള പറവൂരിലും ഈ സംഘം ഇറങ്ങിയിരിക്കുന്നത്. അതായത് ആലപ്പുഴയിൽ നിന്ന് വരികയാണെങ്കിൽ സ്വാഭാവികമായും പറവൂർ എത്തേണ്ട ഇതിന് മുന്നേ തന്നെ എത്താൻ കഴിയുന്ന നിരവധി സ്ഥലങ്ങൾ എറണാകുളം ജില്ലയിലുണ്ട്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ ഇങ്ങേ അതിർത്തിയിൽ ഇടക്കൊച്ചി പോലെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തേക്കുള്ള മറ്റ് ഇടങ്ങൾ, ഇതെല്ലാം ഈ സ്ഥലങ്ങളിലൊന്നും എത്താതെയാണ് വടക്കൻ പറവൂരിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് ഇത് കുറുവാ സംഘമാണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. അല്ലെങ്കിൽ കുറുവാ സംഘത്തിൻ്റെ നിഴൽ പിടിച്ചുകൊണ്ട് മറ്റേതെങ്കിലും സംഘമാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ മറ്റൊരു അതിർത്തിയിലാണ്, അല്ലെങ്കിൽ അതിർത്തി പ്രദേശത്താണ് ഈ സംഘം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ സംഘത്തിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. പുലർച്ചെയാണ് പല വീടുകളും തകർത്ത് ഉള്ളിൽ കയറാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും വീടുകളൊന്നും പിൻവാതിൽ തകർത്ത് അകത്ത് കയറാൻ ഇവർ കഴിഞ്ഞിട്ടില്ല. ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല. പക്ഷേ ജനമെല്ലാം വലിയ ഭയപ്പാടിലാണ്. പോലീസ് അതുകൊണ്ട് തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. സഹിൻ, പട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ എത്തരത്തിലാണ് പോലീസ് അതിൽ ജാഗ്രത പുലർത്തുന്നത്? പട്രോളിംഗ് ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? പോലീസ് അത് സംബന്ധിച്ചുള്ള ജാഗ്രത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്രോളിംഗ് ശക്തമാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും ജനം ഭീതിയിലാകും, വലിയ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇക്കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ പോലീസ് ഒരു ടീമിനെ ഇതിനുവേണ്ടി നിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി ഇവിടെ പടർന്നിട്ടുണ്ട്. കുറുവാ സംഘം ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ഭയം ജനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചേർന്ന് ഒരു സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരം ആളുകളെ നിരീക്ഷിക്കുന്നതിനും പുലർച്ചെ ഒരു പരിസര പ്രദേശങ്ങളിൽ റോന്തു ചുറ്റുന്നതിനുമെല്ലാം ഒരു സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അവരുടെ ഒരു പരിശോധന കൂടി ഉണ്ടാകും. ഈ കുറുവാ സംഘം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കയ്യിൽ ആയുധങ്ങൾ കരുതിയാണ് ഓരോ വീടുകളിലും മോഷണത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ശക്തമായി തന്നെയാണ് അവരുടെ നിരീക്ഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സംഗീത. ശരി സഹിൻ, കഴിഞ്ഞ ദിവസം എന്താണെങ്കിലും ആലപ്പുഴ ജില്ലയിലും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളം വടക്കൻ പറവൂർ തൂയിത്തറ പാലത്തിന് സമീപത്തും കുറുവാ സംഘം ഇറങ്ങിയതായുള്ള സംശയം ഉണ്ടായിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.